ഹായ്. ആരുടെയെങ്കിലും ഇല്ലാത്ത കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ നമ്മൾ മനുഷ്യർ വളരെ വിദഗ്ധരാണ്. നമ്മളെ ബാധിക്കാത്തൊരു കാര്യമായാലും അവർ സമൂഹത്തിന് മുന്നിൽ വിചാരണ ചെയ്ത് എന്തിന് ശിക്ഷ വിധിക്കുന്നതിൽ വരെ ഹരം കൊള്ളുന്നവരുണ്ട്. എന്നാൽ ഒരു യഥാർത്ഥ കുറ്റാന്വേഷണം നടത്തി അത് തെളിയിക്കാൻ നമ്മളാരും മുതിരാറില്ല. കാരണം ഈ വാചകമടി പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അത്. കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ച നിരവധി പ്രതിഭകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ ഷെർലോക്ക് ഹോംസിനോളം മറ്റൊരു വ്യക്തിയുമില്ല. അദ്ദേഹത്തിൻ്റെ സമാനതകളില്ലാത്ത യുക്തിചിന്തയും അനുമാനശേഷിയും ശാസ്ത്രീയമായ അറിവും അത് പ്രയോഗിക്കുവാനുള്ള കഴിവും കാരണം സ്കോട്ട്ലൻഡ് യാർഡിലെ സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാരെ പോലും കുഴപ്പിച്ച കേസുകൾ പരിഹരിക്കാൻ ഹോംസിന് കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ സ്യൂട്ടും തൊപ്പിയും ചുണ്ടിലൊരു പുകക്കൊഴലുമായി ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റാന്വേഷകൻ ടെലിവിഷൻ സീരീസിലൂടെയും സിനിമകളിലൂടെയും പുതിയ തലമുറയ്ക്ക് സുപരിചിതനായി മാറി. അതീവ രഹസ്യ സ്വഭാവമുള്ള മിസ്റ്റർ ഹോംസിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. കുറ്റവാളികളുടെ മനസ്സ് പരിശോധിക്കുന്നതിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ഡിറ്റക്റ്റീവുകളിൽ ഏറ്റവും മികച്ചത് ഹോംസ് തന്നെയായിരിക്കാം. അദ്ദേഹം തികച്ചും ഏകനായിരിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെക്കുറിച്ചുള്ള പഠനം ജീവചരിത്രകാരന്മാർക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഒരിക്കൽ തൻ്റെ വിശ്വസ്തനായ സഹായി ജെയിംസ് വാട്സനോട് സംസാരിക്കവേ തൻ്റെ പൂർവികർ ഗ്രാമീണ പ്രഭുക്കന്മാരായിരുന്നുവെന്നും തങ്ങളുടെ വർഗത്തിലുള്ള മറ്റുള്ളവരെ പോലെ ലളിതമായ ജീവിതമാണ് അവർ നയിച്ചിരുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. തൻ്റെ മുത്തച്ഛി പ്രശസ്ത ഫ്രഞ്ച് ചിത്രകാരനായിരുന്ന വെർണയുടെ സഹോദരിയായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. തൻ്റെ മൂത്ത സഹോദരനായിരുന്ന മൈക്രോഫ്റ്റിന് തന്നേക്കാൾ വലിയ അനുമാനശേഷി ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ചില വിവരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഹോംസിൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ സാഹചര്യ തെളിവുകളിൽ നിന്നും ഊഹങ്ങളിൽ നിന്നും ലഭിച്ചവയാണ്. ഇംഗ്ലണ്ടിൻ്റെ തെക്കൻ തീരത്തുള്ള സസെക്സ് കൗണ്ടിയിലാണ് ഹോംസ് ജനിച്ചു വളർന്നത്. ഹോംസ് കുടുംബത്തിൻ്റെ ആസ്ഥാനം ഷൊർഹാമിനടുത്തുള്ള സ്ലിംഫേർഡ് ആയിരുന്നു. ഷെർലക്കിൻ്റെ പിതാവ് റോഡറിക് ഹോംസ് 1815 ജനിച്ചു. അദ്ദേഹത്തിന് വേട്ടയാടൽ, മീൻപിടുത്തം തുടങ്ങിയ പുറം ജോലികളിൽ താല്പര്യമുള്ള ഒരാളായിരുന്നു. തൻ്റെ 2 പുത്രന്മാരെ പോലെ പുസ്തക പഠനത്തിലോ ബുദ്ധിപരമായ കാര്യങ്ങളിലോ അദ്ദേഹം വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. ഷെർലക്കിൻ്റെ അമ്മ ഷാർലറ്റ് തൻ്റെ ഭർത്താവിനേക്കാൾ 13 വയസ്സ് ഇളയതായിരുന്നു. ഫ്രഞ്ച് പാരമ്പര്യമുള്ളവർക്ക് കലയോട് വലിയ അഭിനിവേശമായിരുന്നു. സ്വന്തം കാര്യങ്ങളിൽ മാത്രം പ്രാധാന്യം നൽകിയിരുന്ന പ്രാകൃതക്കാരിയായിരുന്നു അവർ. വിഭിന്നമായ വ്യക്തിത്വങ്ങൾ കാരണം അവരുടെ വിവാഹ ജീവിതം അത്ര സന്തോഷകരമായിരുന്നില്ല. അവരുടെ ആദ്യത്തെ പുത്രൻ 1846 ജനിച്ചു. അവന് ജോൺ മൈക്രോഫ്റ്റ് ഹോംസ് എന്ന് പേരിട്ടു. ഈ പേരിന് പിന്നിൽ മാതാപിതാക്കളുടെ മാനസികാവസ്ഥയുടെ ഒരു പ്രതിഫലനമുണ്ട്. റോഡറിക്ക് തൻ്റെ പേര് ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകണ്ട് മകന് ലളിതമായ ഒരു പേര് വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ ഷാർലറ്റിന് വ്യത്യസ്തവും അവിസ്മരണീയവുമായ ഒരു പേര് വേണമായിരുന്നു. ഒടുവിൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മൈക്രോഫ്റ്റ് എന്ന് പേരിട്ടു. മൈക്രോഫ്റ്റ് ജനിച്ച് 7 വർഷത്തിന് ശേഷമാണ് രണ്ടാമത്തെ മകൻ ജനിച്ചത്. ഇതിനോടകം അവരുടെ ബന്ധം വല്ലാതെ വഷളായിരുന്നു. തൻ്റെ രണ്ടാമത്തെ മകന് ഷാർലറ്റ് ഷെർലക്ക് എന്ന് പേരിട്ടു. വില്യം ഷെർലക്ക് എന്ന ഇംഗ്ലീഷ് ചിത്രകാരനോടുള്ള ആരാധന കാരണമാണ് അവർ ഈ പേര് തിരഞ്ഞെടുത്തത്. ഹോംസ് സഹോദരന്മാർക്ക് സ്കൂളിൽ പോകാൻ അവസരം ലഭിച്ചില്ല. പകരം അധ്യാപകർ വീട്ടിൽ വന്ന് പഠിപ്പിക്കുകയായിരുന്നു. മാതാപിതാക്കൾ തമ്മിലുള്ള കലഹം പഠനത്തിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷമല്ല നൽകിയത്. എങ്കിലും ഷെർലക്കും മൈക്രോഫ്റ്റും സ്വയം പഠിക്കാൻ താല്പര്യം കാണിച്ചു. ഷെർലക്കിന് പുസ്തകങ്ങളോടായിരുന്നു പ്രിയം, മൈക്രോഫ്റ്റിന് കണക്കുകളോടും. പ്രായത്തിൽ 7 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും അവർ തമ്മിൽ വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. കൗമാരപ്രായത്തിൽ മൈക്രോഫ്റ്റ് രസതന്ത്രത്തിലും വൈദ്യുതിയിലും താല്പര്യം പ്രകടിപ്പിച്ചു. ഇത് ഷെർലക്കിനെയും സ്വാധീനിച്ചു. ഷെർലക്ക് വീടിന് പുറത്തുള്ള കാര്യങ്ങളിൽ താല്പര്യം കണ്ടെത്തി. കുതിരകളെക്കുറിച്ചുള്ള അറിവും ബോക്സിങ്ങിലെ പ്രാവീണ്യവും അദ്ദേഹം നേടിയെടുത്തു. റോഡറിക്ക് തൻ്റെ മക്കളെ വേട്ടക്കാരാക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്കതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. പകരം മീൻപിടുത്തമായിരുന്നു അവർക്കിഷ്ടം. അതിലെ ശാന്തത അവർ ആസ്വദിച്ചിരുന്നു. അമ്മയുടെ സ്നേഹം അവർക്ക് ലഭിച്ചിരുന്നെങ്കിലും പിതാവിൽ നിന്ന് അവഗണനയാണ് നേരിടേണ്ടി വന്നത്. അമ്മ അവരെ ലണ്ടനിലെ സംഗീത പരിപാടികൾക്കും നാടകങ്ങൾക്കും കൊണ്ടുപോയി. അവിടെ വെച്ചാണ് ഷെർലക്കിന് സംഗീതത്തോടും വയലിനോടും ഇഷ്ടം തോന്നിത്തുടങ്ങിയത്. മൈക്രോഫ്റ്റിന് 20 വയസ്സായപ്പോൾ അദ്ദേഹം ലണ്ടനിലേക്ക് താമസം മാറി. ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ സഹായിയായി ജോലിയിൽ പ്രവേശിച്ചു. അന്ന് 13 വയസ്സുകാരനായ ഷെർലക്ക് ഒറ്റപ്പെട്ടവനായി. 18-ാം വയസ്സിൽ അദ്ദേഹം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ചേർന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം വിക്ടർ ട്രെവർ എന്ന തൻ്റെ സുഹൃത്തിനെ കണ്ടെത്തുന്നത്. 1874 പഠനം പൂർത്തിയാക്കാതെ അദ്ദേഹം സർവകലാശാല വിട്ടു. ഈ സമയത്തുണ്ടായ ചില മാനസിക ആഘാതങ്ങൾ അദ്ദേഹത്തെ സ്ത്രീകളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും അകറ്റി. ഹോംസ് പിന്നീട് ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടാൻ ഇത് കാരണമായി എന്ന് കരുതപ്പെടുന്നു. 1874 ഹോംസിൻ്റെ മാതാപിതാക്കൾ മരിച്ചു. ഇതൊരു കൊലപാതകവും ആത്മഹത്യയുമായിരുന്നു. പിതാവ് മാതാവിനെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. മാതാപിതാക്കളുടെ മരണം ഹോംസിനെ വല്ലാതെ തളർത്തി. തുടർന്ന് അദ്ദേഹം അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുകയും അവിടെ ഒരു നാടക സംഘത്തിൽ ചേരുകയും ചെയ്തു. അവിടെ വെച്ച് പഠിച്ച വേഷം മാറലും മേക്കപ്പും
പിന്നീട് അദ്ദേഹത്തിൻ്റെ കുറ്റാന്വേഷണങ്ങളിൽ വലിയ സഹായമായി. ലണ്ടനിൽ തിരിച്ചെത്തിയ ഹോംസ് സ്വകാര്യ ഡിറ്റക്റ്റീവുകളെ സഹായിച്ചു തുടങ്ങുകയും പിന്നീട് സ്വന്തമായ ഒരു ഏജൻസി ആരംഭിക്കുകയും ചെയ്തു. 1888 നടന്ന മസ്കിരേവ് റിച്വൽ എന്ന കേസ് അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കി. 1881 അദ്ദേഹം ഡോക്ടർ വാട്സനെ കണ്ടുമുട്ടുന്നത്. അവർ 221 ബേക്കർ സ്ട്രീറ്റിലേക്ക് താമസം ആരംഭിച്ചു. വാട്സൺ ഹോംസിന്റെ വിശ്വസ്ത സുഹൃത്തും സഹായിയുമായി മാറി. ഹോംസിന്റെ ഏറ്റവും വലിയ ശത്രു പ്രൊഫസർ മോറിയാർട്ടി ആയിരുന്നു. 1891 സ്വിറ്റ്സർലൻഡിലെ റീക്കൻബാക്ക് വെള്ളച്ചാട്ടത്തിൽ വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ 2 പേരും മരിച്ചുവെന്ന് ലോകം കരുതി. എന്നാൽ 3 വർഷത്തിനു ശേഷം ഹോംസ് തിരിച്ചു വന്നു. തന്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം മരണം വ്യാജമായി സൃഷ്ടിച്ചതായിരുന്നു. 1904 അദ്ദേഹം വിരമിക്കുകയും സസെക്സിലെ ഒരു ഫാമിൽ അദ്ദേഹം തേനീച്ച വളർത്തലുമായി കഴിയുകയും ചെയ്തു. പിന്നീട് 1-ാം ലോക മഹായുദ്ധകാലത്ത് അദ്ദേഹം ഗവൺമെന്റിനെ സഹായിക്കാൻ തിരിച്ചെത്തി. എന്നാൽ ഷെർലോക്ക് ഹോംസ് എപ്പോഴാണ് മരിച്ചത്? അതിനുള്ള ഉത്തരം ലളിതമാണ്. അദ്ദേഹം ഒരിക്കലും മരിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ഒരിക്കലും ജീവിച്ചിരുന്നില്ല. സർ ആർത്തർ കോനൻ ഡോയൽ എന്ന എഴുത്തുകാരൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു കഥാപാത്രം മാത്രമാണ് ഷെർലോക്ക് ഹോംസ്. എങ്കിലും ഷെർലോക്ക് ഹോംസ് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണവും ചെറുതല്ല. 2012 ആസ്ക് ജീവ്സ് എന്ന സെർച്ച് എഞ്ചിൻ നടത്തിയ ഒരു പഠനമനുസരിച്ച് ചരിത്രപുരുഷന്മാരെയും സാങ്കല്പിക കഥാപാത്രങ്ങളെയും തിരിച്ചറിയുന്നതിൽ ആളുകൾക്കുള്ള അറിവ് പരിശോധിക്കാൻ 1000 ബ്രിട്ടീഷ് പൗരന്മാരിൽ ഒരു സർവേ നടത്തി. ഇതിൽ പങ്കെടുത്ത 21% പേരും ഷെർലോക്ക് ഹോംസ് ഒരു യഥാർത്ഥ ചരിത്ര വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉദ്ധരിക്കാറുള്ള മറ്റൊരു സർവേയാണ് 2008 UK TV ഗോൾഡ് നടത്തിയത്. 3000 ബ്രിട്ടീഷ് കൗമാരക്കാരെ പങ്കെടുപ്പിച്ച് നടത്തിയ ഈ പഠനത്തിൽ ഇതിലും ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവന്നത്. 58% കൗമാരക്കാരും ഷെർലോക്ക് ഹോംസ് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ആളാണെന്ന് വിശ്വസിക്കുന്നു. വിക്ടോറിയൻ ലണ്ടനിലെ മൂടൽമഞ്ഞ് നിറഞ്ഞ തെരുവുകൾ മുതൽ ഇന്നത്തെ ഹൈടെക് ലോകത്തിൽ വരെ ഹോംസ് യുക്തിചിന്തയുടെ ഒരു വിസ്മയമായി ഇന്നും നിലകൊള്ളുന്നു. വെറുമൊരു കുറ്റാന്വേഷകനെ മാത്രമല്ല, ഒരു സാഹിത്യ വിഭാഗത്തെ തന്നെ നിർവചിച്ച കഥാപാത്രത്തെയാണ് സർ ആർത്തർ കോനൻ ഡോയൽ സൃഷ്ടിച്ചത്. സത്യം പറഞ്ഞാൽ നമ്മൾ ബേക്കർ സ്ട്രീറ്റിലേക്ക് വീണ്ടും വീണ്ടും പോകുന്നത് അവിടുത്തെ ആവേശകരമായ സംഭവങ്ങൾക്കായല്ല, മറിച്ച് ചുറ്റുമുള്ള ബഹളങ്ങൾക്കിടയിൽ നിന്നും സത്യത്തെ തിരിച്ചറിയുന്ന ആ പ്രതിഭയുടെ തെളിമയാർന്ന ചിന്തകൾക്ക് വേണ്ടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.